സുഹൃത്തുക്കളെ, ഖബറുകളും ജാറുകളുമായി ബന്ധപ്പെട്ട സമസ്തയുടെ വിശ്വാസം അത് ശിയായിസത്ത് വന്നതാണ്. അഹ്ലുസുന്നത്തിൽ ജാറല്ല. ഇവിടുന്ന് വന്നു ജാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ആരെങ്കിലും ജാറ് കെട്ടിയിട്ടുണ്ടോ? ഖബറിന് മീതെ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചന്ദനക്കുടം എവിടുന്ന് വന്നതാ? ഷിയാക്കളിൽ നിന്ന് വന്നതാ. വടക്കേ ഇന്ത്യൻ ഷിയാക്കളിലുണ്ടത്. മൗലിദാഘോഷം എവിടുന്ന് വന്നതാ? നിങ്ങൾ സമ്മതിക്കല്ലേ 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാന്നുള്ളത്? 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആരാണ് മൗലിദാഘോഷം ഉണ്ടാക്കി? നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ട് ഈ ജനങ്ങളോട് പറയേ. ഉബൈദിയാക്കൾ എന്ന് പറയുന്ന പച്ച ഷിയാക്കളല്ലേ ഉണ്ടാക്കിയത്? ഫാത്തിമിയാക്കൾ എന്നാണ് ഷിയാക്കളല്ലേ മൗലിദ് ഉണ്ടാക്കിയത്? ഇന്ന അമലൽ മൗലിദി ഹദത ബഅദൽ ഖുറൂനി സലാസ എന്ന് നിങ്ങളുടെ നേതാവ് സഹാബിയല്ലേ പറഞ്ഞത്? ഇബ്നു ഹജറിന്റെ ശിഷ്യനല്ലേ അദ്ദേഹം? നിങ്ങൾ എല്ലാത്തിനും മൗലിദ് പറ്റും, രോഗങ്ങൾ മാറാനും മുറാദ് ഹാസിലാകാനും കടം വീടാനും എന്നൊക്കെ പറഞ്ഞ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ മൗലൂദിനെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. അയാൾ പോലും പറഞ്ഞു മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാണ്. ആ 300 കൊല്ലം എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിന്റെ മാതൃകാ പുരുഷന്മാര് ജീവിച്ച കാലം.